ഞാൻ ബാലചന്ദ്രന് വാക്ക് കൊടുത്തു രാജ. എന്റെ ആയുസില് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റി നടന്നിട്ടില്ല. മകളെ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ അയാളെന്നെ പിരിച്ചുവിടുവൊന്നുമില്ല. ആ പേടി വേണ്ട. ആ പേടിയില്ല. പക്ഷേ ബാലചന്ദ്രന്റെ മുമ്പ് പോയി വാക്ക് പറഞ്ഞതൊക്കെ തെറ്റ് എന്ന് ഞാൻ വീണ്ടും പറയണ്ടേ? വ്യവസ്ഥയില്ലാത്ത വാക്ക് പറയുന്നവനാണ് മാധവ മാഷെന്ന് ആളുകൾ പറയാനിട വന്നാൽ എനിക്കിനി ഈ ഒറ്റാന്തടിയും വെച്ച് എത്ര കാലം പിന്നാലെ പോകേണ്ടവൾ മുമ്പേ പോയി. അങ്ങനെ ഒരു നാണക്കേടിനിട വന്നാൽ ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാനൊരു കഷ്ണം കയറ് ചെലവാക്കും. മാധവ മാഷ് വെറും വാക്ക് പറയില്ല, സ്വന്തം മകനോടായാൽ കൂടി. സ്വന്തത്തിൽപ്പെട്ടൊരു കുട്ടിയല്ലേ, തന്തയും തള്ളയും ഇല്ലാത്തല്ലേ എന്നും ദയവിചാരിച്ചാണ് ഇവിടെ നിർത്തിയത്. എന്നെ പറഞ്ഞാൽ മതി. നിനക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാനുള്ള ഉദ്യോഗമല്ലേ? അമ്മാവന്റെ അനുഗ്രഹം കൊണ്ട് അത് ഞാൻ മറക്കണില്ല. ആൺകുട്ടികളായാൽ കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ടാവും, ചിരിച്ചിട്ടുണ്ടാവും, കളിതമാശ പറഞ്ഞിട്ടുണ്ടാവും. അവനൊരു നല്ല ആലോചന വരുമ്പോ നമ്മളൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത്? നീ അടക്കം. എന്റെ മകൻ കാരണം വേറെ മാനക്കേടിന്റെ അവസ്ഥയൊന്നും വന്നിട്ടില്ല നിനക്ക്. ചെറുതെങ്കിൽ ചെറിയൊരു സ്ഥലം, അവനവന്റെ ചെലവ് കഴിയാൻ ഉദ്യോഗം, പിന്നെ എന്താ വേണ്ടത് നിനക്ക്? ഒന്നും വേണ്ട. പറഞ്ഞു. അമ്മാവനിപ്പോ എല്ലാം പറഞ്ഞു. നന്നായി, വളരെ നന്നായി. ഞാൻ സമ്മതിച്ചിട്ടില്ല. ആത്മഹത്യയാണ് അവസാനത്തെ ഭീഷണി. എന്ത് കലാപം ഉണ്ടായാലും ശരി ഞാൻ സമ്മതിക്കില്ല. ഒരു കലാപവും വേണ്ട. ഭാഗ്യാണ്. അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം. കൂടുതൽ ഉയരത്തിലെത്താൻ അവസരം വരുമ്പോ എന്തിനു കലാപം? നിന്റെ അകത്ത് ഇപ്പോഴുള്ള അമർഷവും പരിഹാസവും എനിക്ക് ഊഹിക്കാം. ഏയ്, വെറുതെ. എനിക്ക് എത്ര വലുതാവണ്ട, ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. വലുതാവണം. ഞാൻ ആഗ്രഹിക്കുന്നു. വലുതാവണം. അമ്മുക്കുട്ടി, നീ എന്നെ ഒന്ന് ശപിക്ക്. നീചനാണ്, ഹൃദയമില്ലാത്തവനാണെന്ന് ഉറക്കൊന്ന് ശകാരിക്ക്. എന്തിനു? ഊരിപ്പോയ കണ്ണാടി ചെരുപ്പം കൊണ്ട് പാവം പെൺകുട്ടിയെ തിരിഞ്ഞ് രാജകുമാരൻ വരുന്നതൊക്കെ യക്ഷിക്കഥകളില്. ഞാനങ്ങനെ കൊട്ടാരം സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. സത്യം, സത്യം. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചോളൂ. അമ്മുക്കുട്ടി, എനിക്ക് വിഷമമില്ല, പകയില്ല, പരിഭവമില്ല. എന്നെ വിശ്വസിക്കൂ. എന്നും പ്രാർത്ഥനയുണ്ടാവൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കില്ലേ? നല്ലത് വരട്ടെ.